എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു മില്ലറ്റ് ഉപ്പുമാവാണ്. നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്ന മില്ലറ്റ് എന്ന് പറയുന്നത് ഫോക്സ്റ്റെയിൽ മില്ലറ്റാണ്. പലതരത്തിലുള്ള മില്ലറ്റ് മാർക്കറ്റിലായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. റാഗി എന്നൊക്കെ പറയുന്നത് ഫിംഗർ മില്ലറ്റാണ്. അപ്പോൾ ആ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ഇനമാണ് ഇത് ഫോക്സ്റ്റെയിൽ മില്ലറ്റ്. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും പിന്നെ വൈറ്റമിൻ B12 ഒക്കെ ധാരാളം ഉള്ളൊരു മില്ലറ്റാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഇത് കുതിർക്കാനായിട്ട് വെക്കണം. 2-3 വെള്ളത്തിൽ നന്നായിട്ട് ഞരടി തന്നെ ഇത് കഴുകുക. ഇത് ചോറിന് പകരമൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ചോറ് പോലെ തന്നെയൊക്കെ ഇരിക്കും, വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വെക്കാം. ഇനി നമ്മളൊരു പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 1-2 ടീസ്പൂൺ എടുക്കാവുന്നതാണ്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത്. ഉഴുന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ചേർക്കാം. നമ്മളിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പച്ചമുളകും ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞാണ്. സവാളയോ ചെറിയ ഉള്ളി നമുക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. ഈ സവാള ഒന്ന് വാടി വരാനായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ചധികം പച്ചക്കറികളാണ് ചേർക്കുന്നത്. നമ്മളിവിടെ ഒരു ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 5-6 ബീൻസ് പൊടിയായിട്ട് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഗ്രീൻ പീസും ഒക്കെ ചേർക്കുന്നുണ്ട്. പച്ചക്കറികൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സോയാബീനും എടുത്തിട്ടുണ്ട്. സോയാബീനൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടൊരു പകുതി വേവാവുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതങ്ങ് ഒരുപാടങ്ങ് വെന്ത് പോകരുത്. ഇതിൻ്റെ കളറൊന്നും മാറാനായിട്ട് നിൽക്കേണ്ട. അതിന് മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പച്ചക്കറിയുടെ അളവിലും അതുപോലെ തന്നെ മില്ലറ്റിൻ്റെ അളവും കണക്കാക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. നമ്മളിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടിപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഈ മില്ലറ്റ് കാണാൻ ഇപ്പോൾ ഇച്ചിരി ഉള്ളെങ്കിലും അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതിൻ്റെ ഡബിളാകും. മില്ലറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചത് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റൊക്കെ വേണം ഇത് വേവാനായിട്ട്. അപ്പോൾ ചെറു തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് വേവില്ല, വെള്ളം വറ്റിപ്പോവും. അപ്പോൾ നമ്മളിവിടെ സമയം എടുത്തൊരു 15 മിനിറ്റ് അടച്ചു വെച്ചത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഈ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തീ ഇപ്പോൾ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മില്ലറ്റിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുന്നത് ഓപ്ഷണലാണ്, ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഫോക്സ്റ്റെയിൽ മില്ലറ്റ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്